എല്ലാവർക്കും നമ്മുടെ ടെക്നോട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മിവി Duepods F30 കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് 2999 രൂപയ്ക്ക് ഇരുന്ന വില എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിച്ചത് ലോഞ്ചിങ് ഓഫർ പ്രൈസ് എന്നുള്ള രീതിക്ക് നമുക്ക് 1199 രൂപയായിരുന്നു. ഇപ്പോൾ ദേ കാണാൻ സാധിക്കുന്നത് 999, അതായത് നമുക്ക് 1000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും. എന്തായാലും സെപ്റ്റംബർ 11 മാത്രമായിരിക്കാം ഈ ഒരു 999 എന്നുള്ളൊരു റേറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അന്ന് തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ വിവോ Y21s ലോഞ്ച് ആയിട്ടുണ്ട് ഇന്തോനേഷ്യൻ മാർക്കറ്റിൽ. ഓൾറെഡി കഴിഞ്ഞ മാസം നമ്മുടെ വിവോ Y21 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു Y21sന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ മീഡിയ ടെക്കിന്റെ ഹീലിയോ G80 SoCയും 50 MB പ്രൈമറി ക്യാമറ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ 4+128 ആ ഒരു ഒറ്റ വേരിയന്റിൽ മാത്രമാണ് നമുക്കത് ലഭ്യമാകുന്നത്. ഇനി 128 GB പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും കൂടാതെ 18 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു Y21s ലഭ്യമാകും എന്നുള്ളതാണ്. ഇന്തോനേഷ്യൻ റുപ്പിയ നോക്കുവാണെങ്കിൽ 27,99,000 രൂപയാണ്. അതായത് ഒരു അറൗണ്ട് 14,400 റുപ്പീസ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത നോക്കുവാണെങ്കിൽ ജിയോ ഫോണിന്റെ അടുത്ത ലോഞ്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 സ്പെക്ക് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 5.5 HD+ ഡിസ്പ്ലേയും കൂടാതെ 13 MB പ്രൈമറി ക്യാമറയും 2500 mAh ബാറ്ററിയും കോൾകോമിന്റെ QM215 SoCയും കൂടാതെ രണ്ട് വേരിയൻസിൽ 2GB 3GB 16GB 32GB ഇന്റർണലൊക്കെ വെച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്തായാലും ഇത്രയും സ്പെക്കൊക്കെ വെച്ചിട്ട് ആ ഒരു 3500 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. ഇനി മൈക്രോസോഫ്റ്റിന്റെ പുതിയൊരു ഈവന്റ് ഈ മാസം 22 വരാൻ പോവാണ്, സർഫസ് ഈവന്റ്. ഇതിനകത്ത് രണ്ട് പ്രോഡക്റ്റുകൾ ലോഞ്ച് ആകാൻ പോവുകയാണ്. മൈക്രോസോഫ്റ്റിന്റെ സർഫസ് ഗോ 3യും അതുപോലെ തന്നെ സർഫസ് ഡ്യൂ 2ഉം. ഈ ഒരു സർഫസ് ഗോ 3നെ കുറിച്ച് പറയുവാണെങ്കിൽ മഗ്നീഷ്യം അലോയി ആയിരിക്കും ആ ഒരു ഹൗസിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ രണ്ട് ഡിഫറെന്റ് മോഡൽസിലായിരിക്കും. ഏതായാലും ഇന്റലിന്റെ ചിപ്സെറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു മോഡലിൽ നമുക്ക് 4GB റാമും അതുപോലെ തന്നെ ഇന്റലിന്റെ പെന്റിയം ഗോൾഫ് 6500Y പ്രോസസർ ആയിരിക്കും. രണ്ടാമത്തെ മോഡലിനകത്ത് നമുക്ക് 8GB റാം വിത്ത് ഇന്റൽ കോർ i3 10100Y എന്ന് പറയുന്നൊരു പ്രോസസ്സറും ആയിരിക്കും എന്നുള്ളതാണ്. 10.5 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഈ ഒരു സർഫസ് ഗോ 3യുടെ കൂടെ ലഭ്യമാകാൻ പോകുന്നത്. ഇനി സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ സർഫസ് ഡ്യൂ 2 എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ആ ഒരു സർഫസ് ഡ്യൂവിൻ്റെ പോലത്തെ സ്ക്രീൻ തന്നെ ആയിരിക്കും. ആ ഒരു OLED ഡ്യുവൽ സ്ക്രീൻ മോഡോട് കൂടിയിട്ടാണ് ഇവിടെയും നമുക്ക് ഈ ഒരു ഡ്യൂ 2ലും ലഭ്യമാകാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 888 SoC ആയിരിക്കാം നമുക്ക് ഇതിൻ്റെ കൂടെയും ലഭ്യമാകുന്നത്. 1399 USD ആണ്. അതായത് ഒരു 1,02,200 രൂപ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെപ്റ്റംബർ 22 രാത്രി 8:30 സർഫസ് ഈവന്റിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ Oppo Enco ബഡ്സ് സെപ്റ്റംബർ 8 അതായത് നാളെ ലോഞ്ച് ആകാൻ പോവുകയാണ് ഇന്ത്യയിൽ. തായ്ലാൻഡിൽ ഓൾറെഡി ഏപ്രിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വെച്ചിട്ടായിരിക്കാം മേ ബി സെയിം പ്രോഡക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇന്ത്യൻ വേരിയന്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇനി അവിടുത്തെ വെച്ചിട്ട് ആ ഒരു സ്പെക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8mm ഡൈനാമിക് ഡ്രൈവേഴ്സും അതുപോലെ തന്നെ 400 mAh ബാറ്ററിയും ഒരു ഇയർബഡിൽ 40 mAh ഒക്കെ വെച്ചിട്ടാണ്. 24 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു 400 mAh നിന്നും. കൂടാതെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2ഉം ഗെയിം മോഡ് ഇതിനകത്തുണ്ട് കേട്ടോ, ആ ഒരു 80 ms. അതേപോലെ തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓപ്പോയുടെ ഒരു ടെക്നോളജി ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണോ അതല്ല റേറ്റ് ഒരു 2400 അടുപ്പിച്ചിട്ടാണ് ആ ഒരു തായ്ലാൻഡിന്റെ പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്. ഇവിടെ എത്ര രൂപയാണെന്നുള്ളതൊക്കെ ഒരു മേ ബി ഒരു 1999 രൂപ അല്ലെങ്കിൽ 2499 അല്ലെങ്കിൽ 2999 ഇതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും റേറ്റ് എന്നുള്ളതാണ്. നാളെ എന്തായാലും അതും അറിയാൻ സാധിക്കും. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ സാംസങ് ഗാലക്സി M52 5G അടുത്ത് തന്നെ ലോഞ്ച് ആകാൻ ഈ മാസം അവസാനം തന്നെ ലോഞ്ച് ആകാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ മാസം നമ്മുടെ BISന്റെ വെബ്സൈറ്റിൽ ഇത് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെ തന്നെ എക്സ്പെക്റ്റഡ് ആണ്. സ്നാപ്ഡ്രാഗൺ 778G SoC 6.7 ഇഞ്ച് ഫുൾ HD സൂപ്പർ AMOLED ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ 6GB 8GB എന്നിങ്ങനെ രണ്ട് വേരിയൻസിലായിരിക്കും. ഇന്റേണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 GB ആയിരിക്കും എന്നുള്ളതാണ്. 64 MB പ്രൈമറി ക്യാമറയൊക്കെ ആയിരിക്കും
നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഇവിടെ തന്നെ കൊടുത്തിട്ടില്ല, എന്നാൽ ഒരു 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് കൂടെ ലഭ്യമാകാൻ ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ നോയ്സ്ഫിറ്റ് കോർ സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 2999 ഇപ്പോൾ ഓഫർ റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 5999 രൂപയാണ്. IP68 റേറ്റഡ് ആണ്. കൂടാതെ 13 സ്പോർട്സ് മോഡും അതേപോലെ തന്നെ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററും കലോറി കൗണ്ടറും സ്ലീപ്പിംഗ് ട്രാക്കിങ്ങും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണാൻ സാധിക്കും. 285 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്നും 7 days ആണ് ആ ഒരു ബാറ്ററി ലൈഫ് ലഭ്യമാകുക. കൂടാതെ 30 days സ്റ്റാൻഡ് ബൈ ടൈമും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്നും ലഭ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആമസോണിലുള്ള ഓഫേഴ്സ് നോക്കുവാണെങ്കിൽ മൺസൂൺ അപ്ലയൻസസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ് ടു 40% നമുക്ക് വാഷിംഗ് മെഷീനിലും റെഫ്രിജറേറ്ററിലും TV-യിലൊക്കെ ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ മൊബൈൽ സേവിംഗ് ഡേയ്സ് 6th മുതൽ 9th വരെ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് ഹോം അപ്ലയൻസസ് സെയിൽ 7th മുതൽ 11th വരെയാണ്. ICICIന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 10% നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും. കൂടാതെ ഒരു ഉപയോഗവും ഇല്ലാത്ത ട്രൂക്കിന്റെ വയർലെസ് ഇയർബഡ്സ് ഫസ്റ്റ് ആനിവേഴ്സറി സെയിൽ, ബോട്ടിന്റെ ഒരു ഓഫർ സെയിൽ ഉണ്ട്. 7th-നും 8th-നും 2 ദിവസം മാത്രമേ ഉള്ളൂ. 100 രൂപ 200 രൂപ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോട്ടിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക്നോട്സിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.